ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മത്തി മുളകിട്ടത് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, 3 കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ ഉലുവയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് ചതച്ച് ചേർക്കുക. കൂടെ പച്ചമുളകും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളി പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ചേർക്കുക. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി ഉപ്പ് ചേർത്ത് ഇളക്കുക. പിന്നീട് മഞ്ഞൾപ്പൊടി ചേർക്കണം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം വേപ്പില ചേർക്കുക. ഇതെല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 കിലോ മത്തി ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക. പിന്നീട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് തിളപ്പിക്കുക. പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മൂടി തുറന്ന് നോക്കുമ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ, 2 നുള്ള് കായപ്പൊടി, നമ്മൾ സാമ്പാറിലെല്ലാം ചേർക്കുന്ന കായം, കറിക്കായം ഇതിലേക്ക് ചേർക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു സ്മെല്ലോട് കൂടിയ കറി റെഡിയാണ്. നിങ്ങളുണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.